സഖാവ് പി സി ജോഷി ഏതെങ്കിലും MLA യോ MP യോ ആകാൻ രാഷ്ട്രീയത്തിൽ കടന്നു വന്ന വ്യക്തിയല്ലെന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ ഡൈങ് ഹാർഡ്നെസ്സിൽ അത്തരം സ്ഥാനങ്ങളിൽ വന്ന ആളുകൾക്ക് ഒരുപക്ഷെ അത് മനസ്സിലാക്കാൻ കഴിയുകയില്ല. ഇളങ്കോവടികളുടെയും ചിലപ്പതികാരത്തിൻ്റെയും ഓർമ്മകൾ നിറയുന്ന സംഘകാല സാഹിത്യം വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന തൃക്കണാമതിലകത്തിൻ്റെ മണ്ണിൽ നിന്നാണ് ഞാൻ വരുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രമായിരുന്ന മുസരീസ് തുറമുഖത്തിൻ്റെ ഗതകാല സ്മരണകൾ ഉറങ്ങുന്ന തീരദേശത്തിൻ്റെ പ്രതിനിധിയായി ഈ സഭയിൽ നിൽക്കുമ്പോൾ നിറഞ്ഞ ഹൃദയത്തോടെ കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ ജനങ്ങളോടുള്ള നിസ്സീമമായ നന്ദി ഞാൻ രേഖപ്പെടുത്തട്ടെ. നിയമനിർമ്മാണ സഭയുടെ ചരിത്രത്തിൽ പ്രൗഢോജ്വലമായ പങ്ക് നിർവഹിച്ച കേരള നിയമസഭയിൽ ഒരു അംഗമാകാൻ കഴിഞ്ഞതിലുള്ള അഭിമാനം കൂടി ഞാനിവിടെ പങ്കുവയ്ക്കട്ടെ. സർ, കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പങ്കെടുത്ത് ഒരു ഭരണപക്ഷ അംഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ ബോധത്തെ ചോദ്യം ചെയ്യാൻ സഖാവ് പി സി ജോഷിയെ അനാവശ്യമായി വലിച്ചിഴയ്ക്കുകയുണ്ടായി. ഇന്ത്യയിലെ എക്കാലത്തെയും സമുന്നതനായ കമ്മ്യൂണിസ്റ്റ് നേതാവായ പി സി ജോഷിയെ ഇന്ത്യ ഒറ്റുകൊടുത്ത വ്യക്തിയായി ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. 1907 ജനിച്ച സഖാവ് പി സി ജോഷി ബിരുദാനന്തര ബിരുദം നേടിയതിനു ശേഷം കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറിയതാണ് ചരിത്രം. 22-ാം വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന അദ്ദേഹത്തെ ബ്രിട്ടീഷ് ഭരണകൂടം ബ്രിട്ടീഷ് ഭരണത്തെ അട്ടിമറിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കുറ്റം ചുമത്തി മീററ്റ് ഗൂഢാലോചന കേസിൽ 6 വർഷക്കാലം തടവിലിടുകയും ആന്തമൻ ജയിലിലേക്ക് അടച്ചതും നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി 1935 മുതൽ 47 വരെ അദ്ദേഹം പ്രവർത്തിച്ച കാലത്ത് ഇന്ത്യയിലെ സമരപോരാട്ടങ്ങളുടെ കാലമായിരുന്നു എന്നതും ഇന്ത്യയുടെ ചരിത്രമാണ്. തെലങ്കാനയും തേബാഗായും വയലാറും പുന്നപ്രയും കയ്യൂരും ഉൾപ്പെടെ എത്രയെത്രയോ സമരപോരാട്ടങ്ങൾ നടന്ന ആ കാലയളവ് കൂടിയായിരുന്നു. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രാജ്യവ്യാപകമായി വളർത്തുന്നതിന് നേതൃത്വം കൊടുത്ത ജനറൽ സെക്രട്ടറി കൂടിയായിരുന്നു ദക്ഷിണാശാലിയായ സഖാവ് പി സി ജോഷി. അദ്ദേഹത്തിൻ്റെ പങ്ക് നമ്മുടെ ചരിത്രത്തിൽ വളരെ വളരെ കൃത്യമായി അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട പല പ്രസ്ഥാനങ്ങളും രൂപീകരിക്കപ്പെട്ടതും ഈ നാടുകളിലായിരുന്നു. ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റേഴ്സ് അസോസിയേഷൻ, IPTA, കിസാൻ സഭ, വിദ്യാർത്ഥി പ്രസ്ഥാനം, അതുപോലെയുള്ള നിരവധിയായ പ്രോഗ്രസീവ് റൈറ്റേഴ്സ് ഉൾപ്പെടെയുള്ള നിരവധി പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി അന്നത്തെ സെക്രട്ടറിയായി പ്രവർത്തിച്ച സഖാവ് പി സി ജോഷിക്ക് സാധ്യമായിരുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഏറ്റവും ബഹുമാനാദരവോടെ കണ്ട അദ്ദേഹത്തിൻ്റെ ഏറ്റവും സൗഹൃദ വലയത്തിൽപ്പെട്ട നേതാവ് കൂടിയായിരുന്നു പി സി ജോഷി എന്ന കാര്യം ഇപ്പോഴത്തെ ആളുകൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കൈഫി ആസ്മിയും ഭീഷ്മ സാഹിനിയും അബ്ബാസ് ഉൾപ്പെടെ രാജ്യമാദരിക്കുന്ന നിരവധി കലാ സാംസ്കാരിക സാഹിത്യ മണ്ഡലങ്ങളിലെ പ്രമുഖരെ ദേശീയതയുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നതും അദ്ദേഹത്തിൻ്റെ നാടുകളിലായിരുന്നു. ദേശീയതയ്ക്ക് വേണ്ടി ആയിരങ്ങളെ ബലി നൽകിയ പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലും ആ പ്രവർത്തനം നല്ലതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുകയുണ്ടായി. പഞ്ചാബിലെ വിഘടനവാദികൾ ഖാലിസ്ഥാൻ പ്രസ്ഥാനത്തിന് വേണ്ടി നിലകൊണ്ടപ്പോൾ 3000-ലധികം സഖാക്കളെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവിടെ ദേശീയ ഐക്യത്തിന് വേണ്ടി ബലി നൽകേണ്ടി വന്നത് എന്നതും നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ദേശീയതയെക്കുറിച്ചും സ്വാതന്ത്ര്യ സമരത്തിലെ കമ്മ്യൂണിസ്റ്റ് പങ്കിനെക്കുറിച്ചും ആരുടെയെങ്കിലും സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. അത് ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു കാര്യം കൂടി നമ്മുടെ ഇവിടെ അവതരിപ്പിക്കപ്പെട്ട നന്ദി പ്രമേയത്തിലും മറ്റും സൂചിപ്പിച്ച ചില കാര്യങ്ങൾ കൂടി പറയണം എന്ന് കരുതുകയാണ് സർ. നമ്മുടെ NEP അതുപോലെ തന്നെ PM ശ്രീ തുടങ്ങിയ വിദ്യാഭ്യാസ രംഗത്തെ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പ്രവർത്തനങ്ങൾ, അതിനെ സംബന്ധിച്ച് ഈ ഗവൺമെൻറ്റിൻ്റെ നിലപാട് എന്താണ് എന്നറിയാൻ ഞങ്ങൾക്ക് അതിയായ താല്പര്യമുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ നവകേരള സൃഷ്ടിക്ക് വേണ്ടി വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ അതിൻ്റെ സാമ്പത്തിക ശക്തിയായി നിലകൊണ്ട നമ്മുടെ കിഫ്ബിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അതിനോടുള്ള ഗവൺമെൻറ്റിൻ്റെ നിലപാട് എന്താണെന്നറിയാനും ഏറെ താല്പര്യമുണ്ട്. സാമൂഹിക ക്ഷേമ പദ്ധതികളോടുള്ള സമീപനവും വ്യക്തമാക്കപ്പെടണം. തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ വെള്ളം ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപകടകരമായ നീക്കം ഉണ്ടോ എന്ന് അതിലെ വരികൾക്കിടയിൽ വായിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്ന കാര്യമാണ്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായ രീതിയിൽ പ്രതിപാദിക്കാത്ത നയരാഹിത്യമുള്ള ഈ നയപ്രഖ്യാപനത്തെയും നന്ദി പ്രമേയത്തെയും ഞാൻ ശക്തമായ ഭാഷയിൽ വിയോജിച്ചു.